നമസ്കാരം. നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നത് കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ പ്രസിഡന്റായ നിസാറുദ്ദീനാണ്. സാർ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ പുതിയൊരു ചുവടുവയ്പ്? തീർച്ചയായിട്ടും ശുഭകരമാണ്. കേരളത്തിൽ കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് വ്യവസായ വകുപ്പിലുണ്ടായിരിക്കുന്ന മുന്നേറ്റങ്ങൾ അവിസ്മരണീയമാണ്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയധികം നിക്ഷേപകർ, അതിൽ ഞാൻ തന്നെ മുഖ്യമായിട്ടും പഞ്ചാബിൽ നിന്നൊരു 500 കോടിയുടെ നിക്ഷേപകൻ, എറണാകുളം അയ്യമ്പുഴയിലൊരു പാർക്കിലേക്ക് ടൗൺഷിപ്പിൻ്റെ ഒരു പ്രൊജക്റ്റ്, അതേപോലൊരു സ്വകാര്യ വ്യവസായ പാർക്കിൻ്റെ പ്രൊജക്റ്റ് ഉൾപ്പെടെ ഏകദേശം 5200 കോടി രൂപയുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകരെ ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അവർ വളരെ ഹാപ്പിയാണ്. കാരണം കേരളത്തിൽ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ആയിട്ടുണ്ട്. നിക്ഷേപം ചെയ്യാൻ വ്യവസായികൾ തയ്യാറാണ്. ഇതിന് ആത്യന്തികമായി പറയേണ്ടത് ഞങ്ങളാണ്. കേരളത്തിലെ കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, അതായത് 1961 രൂപീകൃതമായ 64 വർഷം പഴക്കമുള്ള കേരളത്തിലെ MSME സെക്ടറിനെ പങ്കെടുക്കുന്ന ഏക സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ നിലവിലെ വ്യവസായികളായ ഞങ്ങളാണ് ഇതിന് ബ്രാൻഡ് അംബാസഡർമാർ. ഇവിടെ വ്യവസായത്തിന് അനുയോജ്യമെന്ന് പറയേണ്ടത് ഞങ്ങളാണ്. അത് ബഹുമാനപ്പെട്ട മന്ത്രി, മുനിസിപ്പൽ സെക്രട്ടറി പറയുന്നത് പോലെ തന്നെ ഏറ്റവും ഉചിതമാണ് ഇവിടെ നമുക്ക് വ്യവസായം നടത്തുന്നതിനും. അതിലുപരി ഏത് ഇന്നോവേറ്റീവ് ഐഡിയയും ടെക്നോളജി പരമായിട്ടുള്ള യുവാക്കളുടെ ബാഹുല്യം, നമുക്ക് ഇതെല്ലാം ഒരു സംരംഭം തുടങ്ങാനായിട്ട് മുതൽക്കൂട്ടാണ്. അതിൽ ഈ തലച്ചോറുകൾ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്ന, എബ്രോഡിൽ പോകുന്ന യുവാക്കളെ കേരളത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടി തന്നെയാണ് ഈ ഗവൺമെൻറ് 80ഓളം ക്യാമ്പസ് പാർക്കുകൾ, 32 സ്വകാര്യ വ്യവസായ പാർക്കുകൾ ഉൾപ്പെടെ തുടങ്ങിയിരിക്കും. ഇതിൽ കൂടെ തന്നെ നമ്മൾക്കിവിടെ വ്യവസായങ്ങൾ കൂടുതൽ വരാൻ വേണ്ടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 3,45,000 സംരംഭങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. അത് വ്യവസായത്തിലുണ്ടായ മാറ്റങ്ങൾ അവിസ്മരണീയമാണ്. അതിൽ ഏറ്റവും അധികം പങ്കുവഹിക്കുന്നത് വ്യവസായ വകുപ്പ് തന്നെയാണ്. അതോടൊപ്പം തന്നെ വൈറ്റ് കാറ്റഗറി, ഗ്രീൻ കാറ്റഗറിയിൽ പഞ്ചായത്ത് ലൈസൻസ് ഒഴിവാക്കിക്കൊണ്ട ഉത്തരവുകൾ വളരെ ശ്ലാഘനീയമാണ്. ഇത് കേരളത്തിലെ പഞ്ചായത്ത് വകുപ്പിൻ്റെ ആയാലും ഫാക്ടറീസ് ആൻഡ് പോലീസിൻ്റെ ആയാലും പൊല്യൂഷൻ കൺട്രോൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രിസിറ്റി ബോർഡ് ഉൾപ്പെടെയുള്ളവർ നിക്ഷേപകരെ ആകർഷിക്കാൻ കാണിക്കുന്ന ഈ മനോഭാവം എല്ലാ ഉന്നത തലത്തിലും ആ ഒരു സപ്പോർട്ട് ഈ സമ്മിറ്റിന് ഒരു മുതൽക്കൂട്ടാകും. തീർച്ചയായും ഈ സമ്മിറ്റ് ഒരു വൻ വിജയമാകും, യാതൊരു സംശയമില്ല. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നിവിടെ 3000 ഡെലിഗേറ്റ്സ് വരുന്നിടത്ത് ഇവിടെ 5000 ഡെലിഗേറ്റ്സാണ് വന്നിരിക്കുന്നത്. നിറഞ്ഞൊരു സദസ്സാണ്. അത്രയും ജനബാഹുല്യങ്ങളും അത്രയും പോസിറ്റീവായ ഒരു മനോഭാവം വ്യവസായിയുടെയിലും അതേപോലെ യുവാക്കളുടെയിലും മറ്റ് സംസ്ഥാനങ്ങളിലും അത് കണ്ടതിൻ്റെ തെളിവാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ, കാരണം മഹാരാഷ്ട്ര, പഞ്ചാബ് ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം വളരെയധികം സംതൃപ്തിയാണ്. ഇവരെല്ലാം നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മിനിസ്റ്ററും KSIDC മാനേജിംഗ് ഡയറക്ടറും വ്യവസായ ഡയറക്ടർ ഉൾപ്പെടെ പരിചയപ്പെടുത്താനും അവരുമായിട്ടൊരു ലിങ്ക് സ്ഥാപിക്കാനും അവർ നിക്ഷേപം നടത്താനുള്ളൊരു താല്പര്യം പ്രകടമാക്കുകയും ചെയ്യും. അവരെല്ലാം ഇന്ന് വൈകിട്ട് തന്നെ ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്യുന്നതാണ്. അത് എന്തുകൊണ്ടും കേരളത്തിന് നല്ലൊരു സന്ദേശമാണ് നൽകാനുള്ളത്. ചോദ്യം, ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് കേരളത്തിലെ വ്യവസായ ഭാവി എങ്ങനെ? ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായിരിക്കും, യാതൊരു സംശയമില്ല. ഒരു കുതിച്ചുചാട്ടം. കാരണം മുൻ വർഷങ്ങളിലൊക്കെ അപേക്ഷിച്ച് ഒരു ആത്മവിശ്വാസം യുവാക്കളുടെയിലും വ്യവസായിയുടെയിലും ഉതകാൻ ഇതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സാറിൻ്റെ വിലയേറിയ സമയം ഞങ്ങളോട് ചെലവഴിച്ചതിൽ